ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കുട്ടി കാർഡ്ബോർഡ് പീസ് മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ acrylic പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടി വരില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ പെയിൻറ്റിംഗ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ acrylic പെയിൻറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ 4 സൈഡിൽ നിന്നും 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 1.5 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ എടുക്കാം, 2 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. മെഷർമെൻ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സർക്കിൾ ഷേപ്പും പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള പീസസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏതോ ക്രാഫ്റ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ പീസ് കണ്ടപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിന് മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈറ്റ് കളർ acrylic പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടുള്ളതിന് മുകളിലായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആ ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് കളർ acrylic പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ളിലായിട്ട് ഒരു പിക്ചർ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ബോയ് ആൻഡ് ഗേളിൻ്റെ പിക്കാണ് വരയ്ക്കുന്നത്. അത് നമുക്ക് ബ്ലാക്ക് കളർ acrylic പെയിൻറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിനുള്ളിലായിട്ട് കംപ്ലീറ്റ് ഒന്ന് ബ്ലാക്ക് കളർ acrylic പെയിൻറ്റ് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് കളർ acrylic പെയിൻറ്റ് വെച്ചിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ നമ്മൾ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ചിട്ടുണ്ടല്ലോ, അവിടെയും കൂടി നമുക്ക് വൈറ്റ് കളർ ഇക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനിട്ട് അതിലോളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.